ഇത് സിലിണ്ടറിൻ്റെ പങ്കാണ്. എല്ലാവരും അത് കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടൊക്കെയാണ് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് SV വാൽവ് പാർട്സാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ മേളിലെ ഈ ഭാഗമാണ് വാൽവ് കോളർ. പിന്നെ നമ്മുടെ ഈ റെഗുലേറ്ററൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഗ്യാസ് ലീക്ക് ആവാറില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം ഈ ബ്ലാക്ക് വാഷർ. ഇത് ഓറിങ് ആണത്. പിന്നെ ഇതിൻ്റെ താഴത്തത് കണ്ട ഇത് സ്പിൻഡിൽ ഗ്യാസ്കറ്റാണ്, വാൽവ് ബോഡി ഈ കാണുന്നത്. പിന്നെ ഈ വൈറ്റ് കളറുണ്ട്, ഈ വൈറ്റ് കളർ സ്പിൻഡിൽ ഗൈഡാണത്. ഈ ഭാഗം വാൽവ് ത്രെഡാണത്. ഇതെല്ലാം അഴിച്ചെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ പിന്നിൻ്റെ ഫുൾ പ്രഷർ തന്നെ ഇവിടെയാണ് വന്നത്. ഈ ഭാഗം അഴിച്ച് കാണിച്ചു തരാം. ഇതൊരു പാർട്ടാണ്. പിന്നെ ഇതൊരു പാർട്ടാണ്. ഈ പാർട്ടിനകത്താണ് റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോഴേക്കും താഴത്തേക്ക് വരുമ്പോൾ ഇത് താഴത്തേക്ക് പോകുമ്പോഴാണ് ഗ്യാസ് വന്നത്. ഈ സ്പ്രിങ്ങിന് ഡാമേജ് വരുമ്പോഴാണ് ഓവറായിട്ട് നമ്മുടെ ഗ്യാസ് ഇവിടെ നിന്ന് ചില വീടുകളിലൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് സ്പിൻഡിൽ സ്റ്റക്കായിട്ട് ഗ്യാസ് നല്ല പ്രഷറിൽ പുറത്തേക്ക് പോകുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഈ സ്പ്രിങ് കട്ടായി പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിനകത്ത് ഇത്രയും പ്രഷറിലുള്ള ഗ്യാസ്, അതായത് നമ്മുടെ 30 കിലോ വരുന്ന ഇതിൻ്റെ പകുതി ഗ്യാസും പകുതി സിലിണ്ടറിൻ്റെ വെയിറ്റുമാണ്. അത് താങ്ങി നിൽക്കുന്നത് ഈ ഒരു പോർഷനാണത്. ഇവിടെ ഗ്യാസ്കറ്റ് വരുന്നുണ്ട്. ഇത്രയും ചെറിയ സാധനത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കണത്. അതെ, ഇത്രയും ചെറിയൊരു ഇതിനകത്താണ് ആ സിലിണ്ടറിലുള്ള പ്രഷർ കംപ്ലീറ്റ് ഇതിനകത്ത് താങ്ങിയിരിക്കണത്. ഇതിനകത്ത് ഇവിടെ ഈ കാണുന്ന ഗ്യാസ്കറ്റിന് എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ഇതൊക്കെ ലോഡിങ് സംഭവിക്കാറുണ്ട് ലോഡിങ് സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ചില സിലിണ്ടറിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ബബിൾ വരുന്ന കാണാം. കാണുന്നത് ഇവിടുത്തെ ഈ ഡാമേജ് കൊണ്ടാണത്. ഓറിങ് കൂടി അഴിച്ച് കാണിച്ചു തരാം. ഇതുണ്ട്, ഓറിങ്ങാണ്. ഈ ഓറിങ് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് ഇത് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.